കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ത്യ മഹാരാജ്യത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലുമായി സ്വർഗത്തിലെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ വേലയെക്കുറിച്ച് ഒരു അവലോകനം നടത്താനുള്ള എൻ്റെ പ്രാപ്തിക്കുറവും അയോഗ്യതയും ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് സ്ഥിതിവിവരക്കണക്കുകൾ അധികം നിരത്താതെ അല്പമായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളെപ്പറ്റി, അതിൻ്റെ ആവശ്യകതകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, സ്കൂളിൽ നിന്ന് കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു കാര്യം, ഓരോ ദിവസവും അസംബ്ലിയിൽ ചൊല്ലാറുള്ള ഒരു പ്രതിജ്ഞയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരീ സഹോദരങ്ങളാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും സർവ്വവിധമായ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ ചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഒരുപക്ഷെ അന്നത് ചൊല്ലിയപ്പോൾ എനിക്ക് അത്രയധികമൊന്നും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ പ്രതിജ്ഞ എനിക്ക് വളരെ മീനിങ് ആയിട്ട് തോന്നി. ഞാൻ വിചാരിക്കുന്നു, ദൈവമക്കൾക്കാണ് ആ പ്രതിജ്ഞ ശരിയായിട്ട് ചെല്ലാൻ കഴിയുന്നത്. നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും രഹസ്യം നമുക്കറിയാം. എങ്ങനെയാണ് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ശരിയായ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ സീക്രട്ട് നമ്മുടെ കയ്യിലാണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഓരോ ദൈവമക്കളും സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്തരമൊരു പ്രതിജ്ഞ എടുക്കുകയും ആ പ്രതിജ്ഞ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ഈ ക്യാമ്പ് മൂലം ദൈവം നമുക്കെല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 100 രാജ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു മഹാരാജ്യം. നമുക്ക് അഭിമാനിക്കാൻ ധാരാളം വകയുണ്ട്. ഒരു വാക്യം ഞാൻ ആമുഖമായി വായിച്ചു കൊള്ളട്ടെ. ബൈബിളിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവവചനത്തിലെ അതിമനോഹരമായ ഒരു ആരാധനാ രംഗം അതാണ് നമ്മൾ വായിച്ചത്. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ 4 ജീവികളും 24 മൂപ്പന്മാരും കവിണ്ണ് വീണുകൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്, നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇതെല്ലാം പറഞ്ഞത്? ധാരാളം മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞത്? അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മഹാനിയോഗം നൽകിയപ്പോഴും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. ഒരു കാര്യത്തിൽ ഇന്ത്യ സമ്പന്നമാണ്. ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയധികം ഭാഷക്കാരും ഇത്രയധികം ജാതിക്കാരും ഗോത്രക്കാരുമുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യയെപ്പറ്റി പലപ്പോഴും നമ്മൾ ദരിദ്ര രാജ്യമെന്ന് പറയാറുണ്ട്. ചില കാര്യത്തിലൊക്കെ ഇന്ത്യ പരമദരിദ്രമാണ്, പക്ഷേ ചില കാര്യത്തിലൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു രാജ്യമാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടി സകല ഗോത്രക്കാരോടും ഭാഷക്കാരോടും ജാതിക്കാരോടും ഉള്ളതാണെങ്കിൽ ലോകത്തിൽ ഒരുപക്ഷെ ഒരു വലിയ ശതമാനം ഭാഷക്കാരും ജാതിക്കാരും വംശക്കാരും ഒക്കെ ഉള്ളത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ്.
1500-ലധികം ഭാഷകളും 4500-ലധികം ജാതികൾ, വിഭിന്ന പീപ്പിൾ ഗ്രൂപ്പ്സ്, ജാതികളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഇത്രയധികം ഭാഷാ സംബന്ധിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ബാബേലാണെന്ന് പറയാം നമുക്ക്. ഇവിടെ എല്ലാം ഭാഷകൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഒരു ഇന്ത്യ, ഒരു ജനം, പക്ഷേ 1500-ലധികം ഭാഷകൾ, പ്രധാന ഭാഷകളും ഉപഭാഷകളുമായിട്ട് സംസാരിക്കുന്ന ഒരു രാജ്യം. ഇന്ത്യയെപ്പറ്റി അധികം പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ലോക ഭൂപടം നമ്മൾ എടുക്കുകയാണെങ്കിൽ സുവിശേഷം അറിയാത്ത ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 10 ഡിഗ്രി അക്ഷാംശത്തിനും 40 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയ്ക്കുള്ള 1040 വിൻഡോ എന്ന് പറയുന്ന, അതായത് 10/40, ആ ഒരു ഭൂഭാഗത്താണ് ലോക ജനസംഖ്യയിൽ സുവിശേഷമെത്താത്ത മനുഷ്യരിൽ 2/3 ഉള്ളത്. ആഫ്രിക്കയിലും ഏഷ്യയിലുമായിട്ട് വരുന്ന 60ഓളം രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളും അതുപോലെ നമ്മുടെ ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന ഒരു 6-7 രാജ്യങ്ങളും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത്. പക്ഷെ അതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഭൂഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ജനസംഖ്യ ഉള്ളത് ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന ചില രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഭൂഭാഗത്താണ്. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ അഥവാ ബർമ്മ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളും ഇന്ത്യയും കൂടെ ഉൾപ്പെട്ടാൽ സുവിശേഷം അറിയാത്ത ലോക ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം കിടക്കുന്നത് നമ്മുടെ ഈ ഭൂഭാഗത്താണ്. അതിൻ്റെ നടുവിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികൾ ലോക സുവിശേഷവത്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഈ 1040 വിൻഡോയിലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. മുഖ്യമായിട്ടും ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി. കർത്താവിൻ്റെ വലിയ നിയോഗത്തെപ്പറ്റി ശരിയായ ദർശനമുള്ള ലോകത്തിലെ എല്ലാ വിശ്വാസികളും ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ള ഒരു വലിയ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ അധികം ബുദ്ധിമുട്ട് കൂടാതെ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സാർക്ക് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോകുവാൻ വേണ്ടി, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളിലും പോകുവാൻ വേണ്ടി വിസ പോലും ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ചുറ്റുപാടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ധാരാളം പേര് ഇന്ത്യയിലുമുണ്ട്. അങ്ങനെ നമ്മളായിരിക്കുന്ന ഈ ഭൂവിഭാഗം ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള, സ്വർഗത്തിലെ ദൈവം ലോക സുവിശേഷവത്കരണത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഏറ്റവും അധികം ഭാഷക്കാരും വംശക്കാരും ജാതിക്കാരുമുള്ള, ഏറ്റവും അധികം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെക്കുറിച്ചായിരിക്കും അല്ലേ കൂടുതൽ സംസാരിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അതിൻ്റെ ഫോക്കസിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എത്ര അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിലെ സകലമാന വിശ്വാസികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് വേണ്ടി, ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി. അവർക്കില്ലാത്ത സ്വാതന്ത്ര്യവും സാധ്യതകളും നമുക്കുണ്ട്. ഇതാണ് ലോക ഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനും അതുപോലെ ജോലിക്കും ബിസിനസ് കാര്യത്തിനൊക്കെ ആയിട്ട് ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ ഒരു 19 വർഷം എടുക്കുകയാണെങ്കിൽ ധാരാളം ഓപ്പണിങ്സ്, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തിന് കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു വിശ്വാസി പോലുമില്ലാത്ത രാജ്യങ്ങളുടെ വാതിലുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതുവരെയും സുവിശേഷത്തിന് തുറക്കപ്പെടാത്ത വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളുടെ ഭരണങ്ങളെ ദൈവം മാറ്റി ദൈവം തൻ്റെ സർവാധികാരത്തിൽ വാതിലുകളെ മലക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പാകെ ആയിരക്കണക്കിന് ജനവിഭാഗങ്ങൾ, ഭാഷക്കാർ, ഗോത്രക്കാർ, വംശക്കാർ. സ്വർഗത്തിൽ കർത്താവ് സ്തുതിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും
ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി നമ്മുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് നമുക്കൊന്ന് വരാം. ഒരുപക്ഷെ ഇന്ത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ത്യ ഒറ്റ രാജ്യമാണെന്ന് പറയുന്നതിൽ അധികമായിട്ട് നമുക്കറിയാം, ഇങ്ങനെ ഈ രീതിയിലൊരു രാജ്യമായത് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമാണ്. പണ്ട് 100 കണക്കിന് രാജ്യങ്ങൾ ആയിട്ട് ചെതറിക്കിടന്ന ഒരു ഭൂഭാഗമാണിത്. ഒരു കാലത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും അങ്ങനെയുള്ള പല ഭാഗങ്ങളും, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അനേക രാജ്യങ്ങൾ ചേർന്ന ഒരു മഹാരാജ്യം, അതിൻ്റെ പൗരന്മാരാണ് നമ്മൾ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര കോടി ജനങ്ങളുടെയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയെപ്പറ്റി പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജനസാന്ദ്രതയിൽ ലോകത്ത് 1ാമത്താണ്. ഏകദേശം 120 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17% വരും. എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ ലോകത്ത് ഉള്ള ജനങ്ങളിൽ 6 പേരെ എടുത്താൽ 6 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും. ലോകത്തെ മൊത്തം ജനസംഖ്യയിൽ 6ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. നമ്മുടെ രാജ്യത്തെപ്പറ്റി ധാരാളം ഡിസ്കഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈൻസ് എന്നാണ് പറയുന്നത്. തിളങ്ങിക്കൊണ്ടിരിക്കുക, പട്ടണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വലിയൊരു ആണവശക്തിയായി തീർന്നിരിക്കുന്നു. അതുപോലെ ബഹിരാകാശ ശാസ്ത്രത്തിലും അങ്ങനെയൊക്കെ നമ്മൾ വളരെ കുതിച്ചുചാട്ടം, IT മേഖലകൾ, അങ്ങനെ വലിയ പുരോഗതിയാണ്. എന്നാൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒത്തിരി ഇന്ത്യയുണ്ട്. ചർച്ച ചെയ്യപ്പെടാത്ത ഇന്ത്യയുടെ ഒരു മുഖം ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് പ്രസക്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏതാനും കാര്യങ്ങൾ അധികം സ്ഥിതിവിവരക്കണക്കുകൾ കൂടാതെ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന ഓരോ കാര്യവും നമ്മളെ സംബന്ധിച്ച് പ്രസക്തമാണ്. കർത്താവ് ഒരുപക്ഷെ നമ്മളോട് ചോദിക്കും, നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ ഇടവരരുത്. ഇന്ത്യയുടെ പോപ്പുലേഷനെ പറ്റി പറഞ്ഞല്ലോ, 120 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏകദേശം 80% ഹിന്ദുക്കളാണ്. 80%ഓളം ഹിന്ദുക്കളും 13% മുസ്ലിങ്ങളും 2.3% മാത്രം ക്രൈസ്തവരും. 2.3% വരുന്ന ക്രൈസ്തവരിൽ ഏകദേശം 67%ഓളം കത്തോലിക്കരാണ്. ബാക്കിയുള്ള ശതമാനമേ ഉള്ളൂ പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം കൂടി. പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ CSIയും CNAയും ലൂതറിനും അങ്ങനെ തുടങ്ങി അങ്ങനെ എല്ലാ ഡിനോമിനേഷനും അതിൽപ്പെടും. ഇതെല്ലാം കിഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം സുവിശേഷ വിഹിത സഭകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ശതമാനം ഉണ്ടാകുമെന്ന്. സുവിശേഷ വിധ സഭകൾ, അതായത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളുടെ കൂട്ടം ഇന്ത്യയിൽ. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, സത്യത്തിൽ ഇങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല. ഉള്ള ലഭ്യമായ സർവേയിലുള്ളതിനേക്കാൾ വിശ്വാസികളുണ്ട് കേട്ടോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാര്യം. കാരണം കർത്താവിനെ അറിഞ്ഞ പലരുടെയും ലിസ്റ്റ് സർക്കാരിൻ്റെ പട്ടികയിൽ വന്നിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ സർക്കാർ കണക്കിനേക്കാൾ കൂടുതൽ ഇങ്ങനെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ സുവിശേഷം വിശ്വസിച്ച വിശ്വാസികളുടെ എണ്ണം ഉണ്ട് എന്നുള്ളത് കർത്താവിനെ സ്തുതിക്കേണ്ട ഒരു വസ്തുതയാണ്. എങ്കിൽ തന്നെയും ഇന്ത്യയിലെ 120 കോടി ജനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സംഖ്യ എത്രത്തോളം ഉണ്ടെന്ന്, ദൈവമക്കളുടെ സംഖ്യ എത്രത്തോളം ഉണ്ടെന്ന്, ഓരോ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ, അതുപോലെ ജില്ലകളിൽ ക്രിസ്ത്യാനികളുടെ ശതമാനം 10%-ൽ താഴെയാണ്. ഒരു നല്ല വിഭാഗം സ്ഥലങ്ങളിൽ 1%-ൽ താഴെയാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മളെടുത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വളരെ വളരെ അവിടുത്തെ ചില ജില്ലയൊക്കെ എടുത്താൽ 100 ക്രൈസ്തവരെ കണ്ടാൽ ഭാഗ്യം. അങ്ങനെയുള്ള ജില്ലകൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്, ഹരിയാന, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. നമ്മുടെ അടുത്ത് കിടക്കുന്ന കർണാടക എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു നോർത്ത് ഇന്ത്യ പോലെയാണ്. അവിടെ 2%-ൽ താഴെ മാത്രമാണ് മൊത്തം ക്രൈസ്തവരുടെ സംഖ്യ. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏകദേശം 16% പട്ടികവർഗക്കാരാണ്
എന്നാണ് കണക്ക്. 16.5%. ഈ പട്ടികവർഗ്ഗക്കാരെ പറ്റി പറയുന്നതിലൊരു കാരണമുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് 16.5% വരുന്ന ഈ പട്ടികജാതിക്കാരാണ് സുവിശേഷത്തോട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളവർ. ദളിതർ എന്നൊക്കെ നമ്മൾ പറയും. അധകൃതരാണ്, മേൽജാതിക്കാരാൽ ചവിട്ടിമെതിക്കപ്പെടുന്നവരാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന ആ വലിയ വിഭാഗം ജനങ്ങളുടെ ഹൃദയം കർത്താവ് തുറക്കുകയും ഏറ്റവും കൂടുതൽ സുവിശേഷത്തോട് താല്പര്യം കാണിക്കുന്ന ഒരു ജാതിക്കാരായിട്ട് അവർ തീരുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 8.2% ആദിവാസികൾ ഇന്ത്യയിലുണ്ട്. ആദിവാസികളെ പറ്റി നമുക്ക് പറയാതെ തന്നെ അറിയാം. പട്ടികവർഗ വിഭാഗങ്ങൾ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ആഫ്രിക്കയിലും മറ്റും ധാരാളം പട്ടികവർഗ വിഭാഗങ്ങളുണ്ട്, ഇതേപോലെ ആദിവാസി വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ഒറീസ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ആദിവാസികളുണ്ട്. ഈ ആദിവാസികളെ പറ്റി പറഞ്ഞ ഒരു രസകരമായ കാര്യം, ആദിവാസികളെയൊക്കെ നമുക്ക് പൊതുവെ പരിചയമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വയനാട്, അട്ടപ്പാടി, അങ്ങനെ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പോയാൽ ധാരാളം കാണാൻ സാധിക്കും. സർക്കാർ പൊതുവെ ആദിവാസികളെ പറ്റി ചിന്തിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സംസ്കാരവും അവരങ്ങനെ ജീവിക്കുന്ന ആ ജീവിതം അതുവരെ തന്നെ നിലനിർത്തണമെന്നാണ്. ആദിവാസികളെ പറ്റി പറഞ്ഞാൽ സംസ്കാരത്തിലേക്ക് വന്ന ആദിവാസികൾ തൊട്ട് ഇപ്പോഴും മൃഗങ്ങളെപ്പോലെ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികൾ വരെയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂർണ്ണ നഗ്നരായി സ്ത്രീ പുരുഷന്മാർ, കുട്ടികൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന, ഗവൺമെൻറ് അവരെ അങ്ങനെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിലുള്ളത്. ഇവരെ പറ്റിയെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടിയിരിക്കുന്നു. ആൻഡമാനിലെ സെന്റിനൽസ് എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തെ പറ്റി ഇതുവരെ കാര്യമായ സർക്കാരിന് വിവരം പോലുമില്ല. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ജർവകൾ എന്ന് പറഞ്ഞ ഒരു ആദിവാസി വിഭാഗം, അവിടെ ഒരു ഫോറസ്റ്റ് അവർക്ക് വേണ്ടി ജർവ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് റിസർവ് ചെയ്തിരിക്കുക ഗവൺമെൻറ്. കാട്ടുമൃഗങ്ങളെ പോലെ അതിലെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ നേരെ കൈനീട്ടുന്ന നഗ്നരായ സ്ത്രീ പുരുഷന്മാർ, നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, അവഗണിക്കപ്പെട്ടവർ. പലപ്പോഴും നമ്മൾ ജിമ്മിലേറ്റിൻ്റെ സ്റ്റോറീസിലൊക്കെ വായിക്കും, ഇങ്ങനെ പണ്ട് മിഷണറിമാർ പോയതും അങ്ങനെയുള്ള ഔക്ക ഇന്ത്യൻസിനെ പറ്റിയൊക്കെ. എന്നാൽ നമ്മുടെ മധ്യേ, നമ്മുടെ നാട്ടിൽ അവർ ജീവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ആദിവാസി വിഭാഗങ്ങളിൽ ഒരു നല്ല ശതമാനം പലയിടങ്ങളിലും സുവിശേഷത്തോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50%-ലധികം ആൾക്കാർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നാണ്. ഗവൺമെൻറ് വരച്ച ദാരിദ്ര്യരേഖ പലപ്പോഴും കണക്കുകളിൽ പലയിടത്ത് കിടക്കുന്നെങ്കിലും പ്രായോഗികമായിട്ട് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ പകുതിയിലധികം ആൾക്കാർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. പട്ടിണി അനുഭവിക്കുന്ന വളരെയധികം ആൾക്കാർ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർ, വസ്ത്രമില്ലാത്തവർ, ചികിത്സാ സൗകര്യം കിട്ടാത്തവർ, വേണ്ടവണ്ണമുള്ള കിടപ്പാടമില്ലാത്തവർ, അരിഷ്ടതയിൽ ജീവിക്കുന്ന ജനകോടികളുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും ഉള്ളത് മാൻ പവറാണെന്നാണ് പറഞ്ഞത്. മനുഷ്യരിഷ്ടം പോലെയുണ്ട്. പല രാജ്യങ്ങളിലും മനുഷ്യരില്ലാതെ, ജനസംഖ്യ ഇല്ലാതെ അവർ കഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ മനുഷ്യരാണ്. ഇന്ത്യയിൽ കന്നുകാലികൾക്കുള്ള വില പോലും പലയിടത്തും മനുഷ്യർക്കില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോയ ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. കാരണം ഏകദേശം 74% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് ഇന്ത്യയിൽ. ഇപ്പോൾ പട്ടണങ്ങളിലേക്ക് ജന ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ 74% വരുന്ന ഗ്രാമീണർ, ആ ഗ്രാമങ്ങളിലൂടെ പോയ ഇന്ത്യ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള ഗ്രാമങ്ങളൊന്നുമില്ല. കേരളം അങ്ങനെയുള്ള ഒരു ഗ്രാമീണ ജീവിതം അനുഭവിക്കുന്നുമില്ല. എന്നാൽ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുക, ഇവിടെ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിലൂടെയും കയറി ഇറങ്ങി നമ്മൾ ഇന്ത്യയിലൊന്ന് വലം വെച്ചാൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതം വലിയ കഷ്ടമാണ്. ശരിയായ ചികിത്സാ സൗകര്യമില്ലാതെ നിങ്ങൾ മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പണിയുള്ള സീസണിലൊക്കെ കണ്ടുമുട്ടുന്ന ഒരു ദൃശ്യം, എല്ലാവരും പണിക്ക് പോകും, പക്ഷേ പ്രായമായവർ, രോഗികളൊക്കെ ഗ്രാമത്തിൽ ധാരാളം ഉണ്ടാവും. വയസ്സായി കഴിഞ്ഞാൽ മനുഷ്യന് യാതൊരു വിലയുമില്ല. അതുപോലെ കുട്ടികൾക്കും വിലയില്ല. കാരണം കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
കോഴികളും പന്നികളും ആടുകളും മാടുകളും ഒക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മണ്ണിൽ കടന്ന് ഉരുണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ നൂറുകണക്കിന് കാണാം. ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കിട്ടുന്ന ആൾക്കാരാണ് കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഓടിയെത്തും. അത് ഞാൻ കേവലം ഏതൊരു ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ല, നമ്മുടെ കേരളം കഴിഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ മിക്കവാറും ഇന്ത്യയുടെ സ്ഥിതി അതാണ്. ഗ്രാമങ്ങളിലേക്ക് ചെല്ല്, ആർക്കും വേണ്ടാത്ത അല്ലേ മേല് മുഴുവൻ വ്രണങ്ങളുള്ള പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും. പിന്നെ കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആ കാര്യത്തിന് വലിയ സമ്പന്നമാണ്. ഏകദേശം 400 ദശലക്ഷം കുഞ്ഞുങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ ജനസംഖ്യയുടെ ഒരു 40% കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ജനിച്ച് 5 വയസ്സെത്തുന്നതിന് മുമ്പ് എത്രയോ കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ട്, ചികിത്സ കിട്ടാത്തതുകൊണ്ട്, പരിചരണം കിട്ടാത്തതുകൊണ്ട്, അവഗണന കൊണ്ട് മരിക്കും. കുഞ്ഞുങ്ങളിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചികിത്സാ സൗകര്യം ഇല്ലെങ്കിലും ഒരു കാര്യം അവർക്കറിയാം, ഗർഭസ്ഥ ശിശു പെണ്ണാണെങ്കിൽ അതിനെ കൊന്നുകളയണോ. സ്കാനിങ്ങും മറ്റും വന്നതിന് ശേഷം ഇന്ത്യയിൽ ഏകദേശം 20 ദശലക്ഷത്തോളം കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. അത്രയധികം ഭ്രൂണഹത്യകൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്രയധികം കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പിഞ്ചു കുഞ്ഞുങ്ങളെ പെണ്ണായി ജനിക്കാൻ പോകുന്നു, അത് നേരത്തെ കണ്ടുപിടിച്ച് ജനിക്കുന്നതിന് മുമ്പേ കൊല്ലുന്ന നമ്മുടെ രാജ്യം. ലക്ഷക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ. അതുപോലെ തന്നെ ബാലവിവാഹങ്ങൾ ഏറ്റവും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബാലവിവാഹങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും നടക്കാറില്ല. ചിലപ്പം 18 വയസ്സാണ് പെൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് 21 വയസ്സ്. ചിലപ്പം വല്ല മാസങ്ങളുടെ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ. എന്നാൽ നിങ്ങൾ മിക്കവാറും കേരളം അങ്ങ് വിട്ട് ഗ്രാമങ്ങളിലേക്ക് പോയാൽ, പട്ടണങ്ങൾ ഒഴിച്ച് ഗ്രാമങ്ങളിലേക്ക് പോയാൽ 12, 13, 14, 15 മിക്കവാറും ഒരു നല്ല ശതമാനം ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ വിവാഹങ്ങളിൽ, ഓരോ വർഷം നടക്കുന്ന വിവാഹങ്ങളിൽ ഒരു 40% മൈനർ ബാലവിവാഹങ്ങളാണെന്നാണ്. ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. ഗവൺമെൻറ് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു, നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് നമ്മൾ, ബാലവിവാഹങ്ങൾ പാടില്ല. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന പല കേസുകളുണ്ട്. സൺഡേ സ്കൂളിലൊക്കെ വന്നുകൊണ്ടിരുന്ന 10, 12 വയസ്സായ കുട്ടികളെ പറ്റി നമ്മൾ പിന്നെ കേൾക്കുന്ന ആ കൊച്ചിൻ്റെ വിവാഹം ഉറപ്പിച്ചു. പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെയൊക്കെ കണ്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കും, അതൊന്നും നടക്കില്ല. യാതൊരു ഒഴുകഴിവുമില്ല, ചില മാസങ്ങൾക്കുള്ളിൽ അവരെ കല്യാണം കഴിഞ്ഞ് പോകും. 10, 12 വയസ്സായ കുട്ടികളെ ഒരു സാരിയൊക്കെ ഉടുപ്പിച്ച് കല്യാണം കഴിച്ച് അയക്കുന്ന സ്ഥിതിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 40% ഗ്രാമങ്ങളിലെ സ്ഥിതിയാണ്, ബാലവിവാഹങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. പിന്നെ ഇന്ത്യയുടെ സമ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ചെറുപ്പക്കാർ ജനസംഖ്യയുടെ 33% 15നും 34 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നാണ് കണക്ക്. ജനസംഖ്യയുടെ 33%. ചൈനയിലൊക്കെ കുട്ടികൾ കുറവായിട്ട് ഇപ്പോൾ വൃദ്ധന്മാരാണ് കൂടുതലെന്ന് പറഞ്ഞാൽ, യുവാക്കളെക്കാൾ വൃദ്ധന്മാരാണ് കൂടുതൽ. അപ്പോൾ അടുത്ത പത്രവാർത്ത ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഗവൺമെൻറ് വളരെ ആകുലചിത്തരാണ്. യങ് ജനറേഷൻ ഇല്ല അല്ലേ, ആ യൂത്ത് പോപ്പുലേഷൻ വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ വളരെ മുന്നിലാണ്. മൊത്തം ജനസംഖ്യയുടെ 33% ചെറുപ്പക്കാരാണ്, ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ. ജീവിതത്തെപ്പറ്റി തീരുമാനം എടുക്കുവാൻ കഴിയുന്ന, ജീവിതത്തെപ്പറ്റി ആശയങ്ങൾ സ്വരൂപിക്കുകയും അവരുടെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രായത്തിലുള്ളവർ. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളെയും അതുപോലെ ഈ ചെറുപ്പക്കാരെയൊന്നും സുവിശേഷവുമായി സന്ധിക്കുവാനുള്ള അധികം ക്രമീകരണങ്ങളൊന്നും ഇന്ത്യയിലില്ല. ക്യാമ്പസുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില സുവിശേഷ വിഹിത സംഘടനകളുണ്ട്, അത് മിക്കവാറും കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഒതുങ്ങി നിൽക്കും. എന്നാൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ജനകോടികൾ മിക്കവാറും പേര് സുവിശേഷം കേൾക്കാതെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഉള്ള HIV പേഷ്യൻസിൻ്റെ കാര്യമാണ്. HIV ബാധിച്ചവർ
സർക്കാർ കണക്കനുസരിച്ച് തന്നെ ഏകദേശം ഒരു 25 ലക്ഷം പേര് HIV ബാധിതരായിട്ട് ഇന്ത്യയിലുണ്ടെന്നാണ് ഏകദേശ കണക്കാണ്. കൃത്യമായിട്ട് മിക്കവാറും ഡയഗ്നോസ് ചെയ്യാതെ രോഗനിർണയം നടത്താതെ എത്രയോ ഗ്രാമങ്ങൾ കേരളം വിട്ട് കർണാടക, മഹാരാഷ്ട്ര എന്നിങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയാൽ ചില ഗ്രാമങ്ങളൊക്കെ 100% HIV ബാധിച്ചവരുണ്ട്. ഗ്രാമത്തിൽ എല്ലാവർക്കും HIV ആണ്, എല്ലാവരും രോഗികളാണ്. അവരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരും മരിക്കുന്നു. എന്താ കാരണമെന്ന് പലർക്കും അറിയില്ല. അങ്ങനെയുള്ള എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയെപ്പറ്റി പറയാൻ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ദേവദാസികളെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ദേവദാസി എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരും ദൈവദാസികൾ എന്നുള്ള കാര്യമല്ല. പണ്ട് തൊട്ട് ഇന്ത്യയിൽ നിലവിലിരുന്ന ഒരു സമ്പ്രദായമാണ്. പെൺകുഞ്ഞുങ്ങളെ ദേവപ്രീതിക്കായി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. അവർ പിന്നീട് ക്ഷേത്രങ്ങളിലെ ഡാൻസുകാരും അതുപോലെ വേശ്യകളുമൊക്കെ ആയിട്ട് വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതുപോലെ ദൈവവചനം വ്യാപിച്ചതുകൊണ്ട് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ മാറി ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണത്. എന്നാൽ നമ്മുടെ അയൽ രാജ്യമായ കർണാടകം, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയാൽ കർണാടക സർക്കാർ തന്നെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് 20,000 ദേവദാസികൾക്കാണ് പെൻഷൻ അനുവദിച്ചത്. ഔദ്യോഗികമായിട്ട് അവർക്ക് പെൻഷൻ കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്, ഇവിടുത്തെ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ. മഹാരാഷ്ട്രയിൽ അതിലും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ദേവദാസികളെന്നാണ് അവരറിയപ്പെടുന്നത്. മതത്തിൻ്റെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ എന്തും ചെയ്യുവാൻ കഴിയുന്ന, എന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യില്ലാത്ത നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഉള്ളതെന്ന് അറിയുമ്പോൾ ഇന്ത്യ തിളങ്ങുകയാണോ എന്ന് നമ്മൾ ചോദിക്കണം. നഗരങ്ങളുടെ പുരോഗതി ഒരു വശത്ത്, ഇന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ജനക്കൂട്ടം ഇങ്ങനെ നഗരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്, ജോലി അന്വേഷിച്ചും ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ചും. അതുകൊണ്ട് നഗരങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുവശം ഇന്ത്യയിലെ മഹാനഗരങ്ങളിലൊക്കെ ഏറ്റവും പെട്ടെന്ന് വളരുന്നത് സ്ലംസാണ്, അതായത് ചേരി പ്രദേശങ്ങൾ. കന്നുകാലികൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിയുന്ന ചേരി പ്രദേശങ്ങൾ നഗരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക. മുംബൈയിലും കൽക്കത്തയിലും മദ്രാസിലും എന്തിനധികം ബാംഗ്ലൂരിലും ഒക്കെ അങ്ങനെയുള്ള ചേരി പ്രദേശങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ, ചേരി നിവാസികൾ. ഇവരെ എന്ത് ചെയ്യുന്നു ഗവൺമെൻറ്റിന് പോലും അറിയത്തില്ല. യാതൊരു ജീവിത സൗകര്യങ്ങളുമില്ലാതെ അവർ ജീവിക്കുക. വിദൂരമായ ഗ്രാമങ്ങളിൽ മാത്രമല്ല, ഒരു വശത്ത് എല്ലാ സൗകര്യങ്ങളും സമ്പത്തും വിദ്യാഭ്യാസവുമുള്ള ജനങ്ങൾ വസിക്കുന്ന നഗരങ്ങളുടെ മറുവശത്ത് മൃഗങ്ങളെപ്പോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് ചേരി നിവാസികളുണ്ട്. നമ്മുടെ രാജ്യത്തെപ്പറ്റി പറയാൻ ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇന്ത്യയിലെ സുവിശേഷവത്കരണ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. AD 52 ഇവിടെ അപ്പോസ്തലനായ തോമസ് വന്നോ വന്നില്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒത്തിരി തർക്കങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആദ്യത്തെ ചില നൂറ്റാണ്ടുകളിൽ ഉള്ളിൽ തന്നെ ഇവിടെ ക്രൈസ്തവ വിശ്വാസം എത്തുകയും ഇവിടെ ക്രൈസ്തവരുടെ ഒരു സമൂഹം ആദ്യത്തെ ചില നൂറ്റാണ്ടുകൾ ഉള്ളിൽ തന്നെ ഇവിടെ ഫോം ചെയ്തിരുന്നതായി ഉള്ള രേഖകളുണ്ട്. അപ്പോൾ എങ്ങനെ എത്തി എന്നുള്ളത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിയാം നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ പ്രഭവസ്ഥാനം. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന ഒരു ചിത്രം, 15-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക മിഷണറിമാർ ഇവിടെ വരികയും അവരുടെ സ്വാധീനം ഇവിടെ വർദ്ധിപ്പിക്കുകയും മതപരിവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. പോർച്ചുഗീസുകാരായ കത്തോലിക്ക മിഷണറിമാർ. പിന്നീട് നമ്മൾ കാണുന്ന ഒരു ചരിത്രത്തിലെ വഴിത്തിരിവ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ആഗമനമാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ജർമ്മൻ മിഷണറിയായ ബർത്തലോമിയ സീഗൻബർഗ് ആണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം 1705 ഇവിടെ എത്തിച്ചേർന്നു. പിന്നീട് എന്നാൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവായി തീർന്നത് നമുക്കറിയാം ആധുനിക മിഷൻ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കേരിയുടെ ആഗമനത്തോടു കൂടിയാണ്.
വില്യം ഗേരി 1793 ഇന്ത്യയിൽ വന്നു. കൽക്കത്തയിലെ സറാംപൂർ ആസ്ഥാനമായി അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട്, വളരെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട്, പട്ടിണിയിൽ ജനങ്ങളിൽ നിന്നുള്ള നിസ്സഹകരണം അനുഭവിച്ചുകൊണ്ട്, വളരെ വില കൊടുത്ത് തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ ഒക്കെ ഇവിടെ തന്നെ മരിച്ചു. അദ്ദേഹം തന്നെ പ്രവർത്തനം തുടർന്നു. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലധികമായ പ്രവർത്തനം അദ്ദേഹത്തെ ഉപയോഗിച്ച് ദൈവം ഇവിടെ ചെയ്തു. ഏകദേശം 40ഓളം ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ വിവർത്തനം ചെയ്തു. അത് പ്രിൻ്റ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ വില്യം ഗേരി ചെയ്ത ശ്രമങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കൽക്കത്തയിലെ സറാംപൂരിൽ പോയാൽ അദ്ദേഹം ആദ്യമായി പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത കല്ലച്ചുകളിലോ മറ്റോ എടുത്ത ദൈവവചനത്തിൻ്റെ പ്രതികളുടെ കോപ്പികൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവരുടെ മ്യൂസിയത്തിൽ. വില്യം ഗേരിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം പലതുകൊണ്ട് ഒരു വഴിത്തിരിവായിരുന്നു. ചരിത്രം വായിക്കുന്നവർക്ക് നമുക്കറിയാം. അത് വലിയൊരു മിഷൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കമായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനമുള്ള മിഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കമായിട്ട് വില്യം ഗേരി ഇന്ത്യയിൽ വന്നത് തീർന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞു. ധാരാളം പേർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് പോയി. നമുക്കറിയാം, ബർമയിലേക്ക് പോയ അഡോണിറാം ജഡ്സനെ പറ്റി അറിയാം. അങ്ങനെ ധാരാളം പേര് വന്നു. വില്യം ഗേരിക്ക് ശേഷം ധാരാളം മിഷണറിമാർ ഇന്ത്യയിൽ തന്നെ വന്നു. സറാംപൂരിൽ, കൽക്കത്തയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള സറാംപൂരിൽ വില്യം ഗേരി സ്ഥാപിച്ച സറാംപൂർ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ അകലെ നിങ്ങൾ പോയാൽ അനാഥമായി കിടക്കുന്ന ഒരു സെമിത്തേരി കാണാം. കാട് പിടിച്ച്, ഒരു ടൗണിൻ്റെ അടുത്ത് കാട് പിടിച്ച് ചേമ്പും അതും ഇതൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ചതുപ്പ് നിലം പോലെ ഒരു സ്ഥലം. അവനൊരു ചുറ്റുമതിലൊക്കെ ഉണ്ട്, ഒരു ഗേറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഫുൾ കാടാണ്. ആ കാടുകളൊക്കെ വകഞ്ഞു മാറ്റി നിങ്ങൾ നോക്കിയാൽ ആ സെമിത്തേരിയുടെ ഒരു മൂലയ്ക്ക് വില്യം ഗേരിയുടെ ശവകുടീരം കാണാം, അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാം. അതിൻ്റെ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്ലറകൾ കാണാം, ഭാര്യ, മക്കൾ. വില്യം ഗേരിയുടെ കൂടെ പ്രവർത്തിച്ച ജോഷുവ മാഷ്മാൻ, അതുപോലെ വില്യം വാർഡ് തുടങ്ങിയവരുടെ കല്ലറകൾ കാണാം. അതുപോലെ ഡസൻ കണക്കിന് മറ്റു മിഷണറിമാരുടെ കല്ലറകൾ കാണാം. ചിലരൊക്കെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചവർ, ചിലരുടെ കുഞ്ഞുങ്ങളുടെ കല്ലറകൾ, 8-10 വയസ്സായ കുട്ടികളുടെ ധാരാളം കല്ലറകളുള്ള ഒരു സെമിത്തേരി. വില്യം ഗേരിയെ പറ്റി ലോകമെങ്ങും പ്രഘോഷിക്കുകയും അനേകം മിഷൻ ബുക്കുകളിൽ എഴുതുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്കാരായ നമ്മൾ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അത് അവിടെ പോയി നോക്കിയാൽ മതി. ദൈവമക്കൾ ശവകുടീരങ്ങൾ അലങ്കരിക്കുക, അതിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാറില്ല, നമുക്കറിയാം. പക്ഷേ ഇന്ത്യക്കാർ ഇവിടെ പ്രവർത്തിച്ചവരോട് എത്ര നന്ദിയുള്ളവരാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി. അവഗണന വളരെ വ്യക്തമായിട്ട്, നന്ദികേട് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. പക്ഷെ എന്തായാലും അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു. വില്യം ഗേരിയുടെ വരവോടുകൂടി ഇന്ത്യയിൽ ദൈവവചനം ലഭ്യമായി, പല ഭാഷകളിൽ ലഭ്യമായി. ദൈവവചന പ്രചാരണം, സുവിശേഷ പ്രസംഗം, ധാരാളം മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരുവാൻ തുടങ്ങി. നമുക്കറിയാം പിന്നീട് വന്ന കാലഘട്ടത്തെ പറ്റിയൊക്കെ. അതിനുശേഷം ഇന്ത്യയിൽ നടന്ന, നമ്മുടെ കേരളത്തിലാണെങ്കിലും ധാരാളം മിഷണറിമാർ വന്നു. നമുക്ക് ബൈബിൾ, നമ്മുടെ കയ്യിലുള്ള ബൈബിൾ, അത് ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന ബെഞ്ചമിൻ ബെയ്ലിയെ പറ്റിയും ഹെർമൻ ഗുണ്ടട്ടിനെ പറ്റിയൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്നും കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും വരാതെ ചെറിയ ഒരു റിവിഷനൊക്കെ നടത്തി അത് ഇന്നും നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമുക്കത് റിവൈസ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കാര്യമായിട്ട്. എന്തായാലും നമുക്കിവിടെ മലയാളത്തിൽ ബൈബിൾ കൊണ്ടുവന്ന് തന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പ്രിൻ്റ് ചെയ്ത് തന്നത്, ഇവയൊക്കെ നമുക്ക് മിഷണറിമാരോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടന്ന വളരെ സഫലമായ മറ്റൊരു മിഷൻ മൂവ്മെൻ്റാണ് ശരിക്കും നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്നത്. അവിടെയുള്ള കിരാതന്മാരായ ഗോത്രവർഗക്കാർ പരസ്പരം പോരാടിയും കഴുത്തുവെട്ടിയും വളരെ നികൃഷ്ടമായിട്ട് ജീവിച്ച ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക് മിഷണറിമാർ കടന്നു വന്നു. അവർ സുവിശേഷം കൈക്കൊണ്ടു. ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ പല മിഷണറിമാർ, അമേരിക്കൻ മിഷണറിമാരും മറ്റും അവിടെ വന്നു. വലിയൊരു മാനസാന്തരം ദൈവം നൽകി. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ വന്ന ആ മാറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ന് അതിൻ്റെ ഫലങ്ങളൊക്കെ കുറഞ്ഞു, പല അപചയങ്ങളും വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും ഇന്ത്യയിൽ നടന്ന വലിയൊരു മിഷൻ മൂവ്മെൻ്റായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ,
മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്ന സഭകളും ഏറ്റവും കൂടുതൽ മിഷനു വേണ്ടി സാമ്പത്തികമായി കൊടുക്കുന്ന സഭകളും ഉള്ളത് മിസോറാമിലൊക്കെയാണെന്നാണ്. നമ്മളെ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. അവിടെ പോയി കണ്ടാൽ നമുക്കറിയാം, ആ ഭാഗങ്ങളിലുള്ളവരൊന്നും വലിയ സമ്പന്നരൊന്നുമല്ല, പാവപ്പെട്ട മനുഷ്യരാണ്. നമ്മളെപ്പോലെ സമ്പത്തുകളോ വലിയ വീടുകളോ ഒന്നുമില്ല. പക്ഷേ അവരൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അവരോട് സുവിശേഷം പ്രസംഗിച്ചവർ പഠിപ്പിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പോകേണ്ടത് ഒരു വലിയ കാര്യമാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് കണ്ടു പഠിക്കേണ്ട, കേട്ട് പഠിക്കേണ്ട ഒത്തിരി പാഠങ്ങൾ, ധാരാളം മാതൃകകൾ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഏകദേശം പകുതിയിലധികം വരുന്നത് കേരളം, തമിഴ്നാട്, അതുപോലെ കൊങ്കൺ തീരങ്ങൾ, ഗോവ തുടങ്ങിയ ആ കൊങ്കൺ തീരങ്ങൾ, പിന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം. ഇങ്ങനെ ഒരു ചെറിയ ഭൂഭാഗത്താണ് 50%-ലധികം ക്രിസ്ത്യാനികളുള്ളത്. ബാക്കി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ശൂന്യമായി കിടക്കുകയാണ്. അവിടെയൊന്നും കാര്യമായ ക്രൈസ്തവ സാന്ദ്രതയില്ല. പിന്നെ നമുക്ക് അഭിമാനിക്കാനൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ജില്ല മറ്റെവിടെ അന്വേഷിച്ചു പോകേണ്ടത് ഇവിടെ തന്നെയാണ്. നമ്മൾ തന്നെ ഇത്രയും പേര് ഇരിക്കുന്നു. എറണാകുളം ജില്ലയാണ്. ഇത് എറണാകുളം ജില്ലയാണല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ജില്ല ഇന്ത്യയിൽ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെയുള്ള ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറഞ്ഞെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇന്ത്യയുടെ സുവിശേഷവൽക്കരണത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചില വെല്ലുവിളികൾ, ചില ആവശ്യങ്ങൾ, നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ ആ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോടവ സംസാരിക്കുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. ഇന്ത്യയുടെ ജനലക്ഷങ്ങൾ നമുക്കറിയാം. നമ്മളെല്ലാ പ്രസംഗത്തും, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാമ്പിൽ എല്ലാ സെഷനിലും പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, പറയുന്നൊരു കാര്യമാണ്, ജനലക്ഷങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം കൂടാതെ. നമ്മുടെ വിചാരം ഇന്ന് ഇത്രയും പേപ്പറും ന്യൂസ് പേപ്പറും അതും ഇതും വായിക്കാനും ഒക്കെയുള്ള സാഹചര്യത്തിൽ ആൾക്കാർ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷേ 65% സാക്ഷരതയുണ്ടെന്ന് ഗവൺമെൻറ് പറയുന്നെങ്കിലും ഇന്ത്യയിലെ പ്രായോഗിക സാക്ഷരത 37% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും, പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ, എഴുത്തും വായനയും അറിയാത്തവരാണ്. ഗവൺമെൻറ് കണക്കിൽ എല്ലാവരും സാക്ഷരരാണ് കേട്ടോ. പണ്ടെങ്ങോ അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായോഗികമായിട്ടൊന്നും വായിക്കാൻ അറിയത്തില്ല, ഒന്നും എഴുതാൻ അറിയത്തില്ല. എന്ന് തന്നെയുമല്ല, മിക്കവാറും ഭാഗങ്ങളിൽ എത്രയോ ഗ്രാമീണരോട് നിങ്ങൾ സംശയമുണ്ടെന്ന് ഒന്ന് പോയി ചോദിച്ചാൽ മതി. ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഗ്രാമീണ ജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പറയും, നല്ലൊരു ശതമാനം പറയും, ഞങ്ങൾ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടേ ഇല്ല എന്ന്. പുരുഷന്മാർ പിന്നെ കുറച്ചുകൂടെയൊക്കെ സിറ്റിയിലേക്ക് പോയി ഏതെങ്കിലും പള്ളീൻ്റെ പേരൊക്കെ പറയും. എന്നാൽ ഗ്രാമങ്ങളിലെ സ്ത്രീകളോട് ചോദിച്ചാൽ മിക്കവാറും അവർ പറയും, ഞങ്ങൾ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടേ ഇല്ല. ഒരിടത്ത് ഞാനിങ്ങനെ ഒരു പച്ചക്കറിക്കാരി സ്ത്രീയോട്, ഇങ്ങനെ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ദേവസ്ഥാനത്ത്, അതായത് ക്ഷേത്രത്തിൽ ധാരാളം ദൈവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ധാരാളം ദൈവങ്ങളുണ്ട്. ഇന്ത്യയിലെ കണക്കനുസരിച്ച് 30 കോടി ദേവന്മാർ, ഒരു കുറവുമില്ല. ഇവിടുത്തെ ജനസംഖ്യ പോലെ തന്നെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവർ പറയുന്നു, ഇങ്ങനെ ഒരാളെ പറ്റി മാത്രം ഞങ്ങൾ കേട്ടിട്ടില്ല. ദൈവത്തെ കൂടാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളുള്ള ഒരു രാജ്യം. കർത്താവായ യേശുക്രിസ്തു ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയുമായ ജനക്കൂട്ടത്തെ കൊണ്ടുകൊണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവ് ജനക്കൂട്ടത്തെ നോക്കിയപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം അലിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ഭാവം നമുക്ക് വളരെ പ്രയോജനം. അലിയുന്ന ഹൃദയങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ വളരെ ശക്തിപ്പെടുത്തി അങ്ങനെയൊന്നും പെട്ടെന്ന് അലിയാത്ത ഹൃദയങ്ങളാക്കി വെച്ചെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അടുക്കി നമ്മൾ പല ഉപദേശങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തോട് നമ്മൾ അനുരൂപപ്പെട്ടവരല്ല എന്ന് തീർത്ത് പറയാം. ജനങ്ങൾ നശിക്കുന്നത് കണ്ട്, ഇടയനില്ലാത്ത ആടുകളെ പോലെ നടക്കുന്നത് കണ്ട് കർത്താവിൻ്റെ ഹൃദയം അലിഞ്ഞ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനിലേക്ക്, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന്
പ്രാർത്ഥിപ്പിന്. ഇന്നും നമുക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. കൊയ്ത്ത് വളരെയുണ്ട്, ഇന്ത്യയിൽ കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാർ ചുരുക്കമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വലിയൊരു വെല്ലുവിളിയാണ് കർത്താവിന് കൊള്ളാകുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ദൈന്യത, അവരുടെ നാശം കണ്ട് മനസ്സലിയുന്ന, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീർ അതിനുവേണ്ടി ഇറ്റിക്കാൻ മനസ്സുള്ള, അലിയുന്ന ഹൃദയങ്ങളുള്ള ദൈവമക്കൾ ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിൽ ആവശ്യമാണ്. അവരെ നോക്കി നമുക്ക് കരയാൻ കഴിയുമോ? ഇന്ന് കേരളത്തിലെ ഒരു നല്ല ശതമാനം ആൾക്കാർ TV സീരിയലൊക്കെ കണ്ടാണ് കരയുന്നത്. എന്നാൽ നമ്മുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ കൃപാസനത്തിനു മുമ്പിൽ വളരെ വിലയുള്ളതാണ്. നമ്മൾ ആത്മാക്കളെ ഓർത്ത് ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത, അരിഷ്ടതയിൽ കഴിയുന്ന, രോഗങ്ങളിൽ കഴിയുന്ന, പീഡകളിൽ കഴിയുന്ന, അന്ധവിശ്വാസങ്ങളിൽ കഴിയുന്ന, ഭയങ്ങളിൽ കഴിയുന്ന ജനകോടികൾ, നിത്യനാശത്തിലേക്ക് പോകുന്ന ജനകോടികളെ ഓർത്ത് നമുക്ക് കരയാൻ നമ്മുടെ മനസ്സ് അലിയുന്നുവെങ്കിൽ, അങ്ങനെ അലിയുന്ന ഹൃദയങ്ങളുള്ള കർത്താവിൻ്റെ വേലക്കാരെ ധാരാളം ആവശ്യമാണ്. നമ്മളിത് പറയുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണസമയ വേലക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല, കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായെടുത്ത, ജീവിതത്തിൻ്റെ ഒന്നാമത്തെ അന്വേഷണമായിട്ടെടുത്ത ധാരാളം കൃഷിക്കാരും അല്ലെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അധ്യാപകർ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ലക്ഷ്യം, ഒന്നാമത്തെ അവരുടെ പാഷൻ കർത്താവിൻ്റെ രാജ്യം, ആ കർത്താവ് ആയിരിക്കുന്നവർ നമുക്ക് ധാരാളം ആവശ്യമാണ്. നമ്മൾ വളരെയധികം കർത്താവ് എന്ന് പറഞ്ഞ കാര്യം ധാരാളം പ്രാർത്ഥിക്കുക, നമ്മുടെ നിന്ന് ധാരാളം വേലക്കാരുണ്ടാകട്ടെ. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ സുവിശേഷണത്തിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഛിന്ന ഭിന്നമായി വളരെ വിഭജിച്ച് യാതൊരു ഐക്യതയുമില്ലാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. നാമധേയ ക്രൈസ്തവരെ നമുക്ക് മാറ്റി നിർത്താം, അവരുടെ പേരിൽ മാത്രമാണല്ലോ ക്രിസ്ത്യാനികൾ. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ രാജ്യത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് നമ്മൾ തല കുലുക്കുന്നവർ, പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന, പല പേരുകളിൽ അറിയപ്പെടുന്ന ദൈവമക്കളുടെ കൂട്ടങ്ങൾ അഥവാ സുവിശേഷ വിഹിത സഭകളെ പറ്റി പറഞ്ഞാൽ യാതൊരു ഐക്യതയുമില്ലാതെ, പരസ്പരം യാതൊരു സ്നേഹവുമില്ലാതെ കഴിയുന്ന ഒരു സമൂഹം ഇന്ത്യയിലെ സുവിശേഷവത്കരണത്തിന് വലിയൊരു വെല്ലുവിളിയാണ്, ഒരു വലിയ തടസ്സമാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആർദ്ര ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നു. പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. അതുവഴി എന്താ? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കാൻ ഇടയാകും. അങ്ങനെയെങ്കിൽ പരസ്പരം പോരടിച്ച്, മല്ലടിച്ച്, ദുഷിച്ച്, വെല്ലുവിളിച്ച് കഴിയുന്ന സുവിശേഷ വിഹിത സഭകൾ ഉള്ള ഇന്ത്യ മഹാരാജ്യത്ത് അതുതന്നെയാണ് ഇവിടുത്തെ സുവിശേഷവത്കരണത്തിനുള്ള വലിയൊരു തടസ്സമായിരിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ധാരാളം വേലക്കാർ വേണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ രസകരമായൊരു കാര്യം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സുവിശേഷ വിഹിത സഭകൾ പല സംസ്ഥാനങ്ങളിലുമായിട്ടുണ്ട്. ഒറീസയിലും ആന്ധ്രയിലും ഒക്കെ നിങ്ങൾ പോയി നോക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി ജാർഖണ്ഡിൽ പോയി നോക്കുക. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ആദിവാസികളുടെ ഇടയിലും മറ്റും അത്തരം സഭകളെ നമുക്ക് കാണാൻ സാധിക്കും, കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ. അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്, പല സഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ്, സുവിശേഷ വിഹിത സഭകളാണ്, ബാപ്റ്റിസ്റ്റുകാരും അങ്ങനെയൊക്കെയുള്ള പലരുമാണ്. പക്ഷെ ഒരു കാര്യം, സങ്കടകരമായൊരു കാര്യം, സുവിശേഷം വിശ്വസിച്ച് പലരും വരുന്നു. ഒറീസയിലൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ചില സംസ്ഥാനങ്ങളിലൊക്കെ, ചില ജില്ലകളിലൊക്കെ അവിടെ 25-30% ഇത്തരം സുവിശേഷം വിശ്വസിച്ച് മുമ്പോട്ട് വന്ന വിശ്വാസികളുണ്ട്. പക്ഷെ സങ്കടകരമായൊരു കാര്യം, ആത്മീയമായിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരുവാനോ ദൈവവചനപ്രകാരം അവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് വളർത്തുവാനോ ഉള്ള ശ്രമങ്ങൾ ഇവിടെയൊന്നുമില്ല. ഇന്ത്യ മാത്രമല്ല, നേപ്പാളിനെ പറ്റി ബെന്നിസോരം പറഞ്ഞല്ലോ, അതുപോലെ ചുറ്റുപാടുള്ള പല രാജ്യങ്ങളിലും എടുത്ത ഏറ്റവും സങ്കടകരമായൊരു കാര്യം, സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ദൈവസഭകൾ ഉണ്ടാകുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും ദൈവമക്കൾ വളരാത്തതുകൊണ്ട് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം, സഭകളൊക്കെ ആത്മീയ ശിശു പരിപാലന കേന്ദ്രങ്ങളാണ്, നഴ്സറി സ്കൂളുകളാണ്. നമുക്കറിയാം, കുറേ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കലപില ശബ്ദങ്ങൾ കേൾക്കും.
ആത്മീയമായിട്ട് വളരാത്ത, പക്വതയുള്ള ശിഷ്യന്മാരായി വളരാത്ത വിശ്വാസികൾ കുഞ്ഞുങ്ങളെക്കാൾ ഒട്ടും ഭേദമല്ല. ഒരിക്കലും ഇന്ത്യയുടെ സുവിശേഷവത്കരണത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ അത്തരം സഭകൾക്കാകുകയുമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അവരെ നയിക്കുന്ന ആത്മീയ നേതാക്കന്മാർക്ക് പോലും നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും ചെറിയ അതോ ഏറ്റവും പുതിയൊരു വിശ്വാസിയുടെ പരിജ്ഞാനം പോലുമില്ല. ദൈവവചനം പഠിപ്പിക്കുവാൻ അവിടെ ആരുമില്ല. പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങളിവിടെ താമസിച്ച് ഞങ്ങളെ വചനം പഠിപ്പിക്കണം. കർത്താവിനെ അറിയാതെ നശിച്ചു പോകുന്ന ജനകോടികളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, കർത്താവിനെ അറിഞ്ഞ് യേശുവിൻ്റെ ഉള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ദൈവ